വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 20. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവിടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ കരങ്ങളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവിടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ പെന്തക്കോസ്ത തിരുനാളായി ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് തിരുസഭയുടെ പിറന്നാൾ ദിനമാണ്. യേശു മരിച്ച് ഉദ്ധാനം ചെയ്ത് 50-ാമത്തെ ദിവസം അഥവാ ഇന്നേ ദിനം 2024 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പുണ്യദിനത്തിലാണ് ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയക്കുകയും സഭയെ ആത്മാവിനാൽ പ്രചോദിതമാക്കുകയും ചെയ്തത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദിവസമാണെന്ന്. തിരുസഭയ്ക്ക് രൂപവും ഭാവവും ഉടലെടുത്ത ദിവസമാണെന്ന്. നമ്മുടെ എല്ലാവരുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രതീകമാണ് ഈ വിശുദ്ധ ദിനം. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമാണ് നമ്മൾ ശക്തി പ്രാപിക്കുകയും സാക്ഷികളായി തീരുകയും ചെയ്യുക. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50-ാമത്തെ ദിവസം എന്നാണ്. അതെ, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് 50-ാം ദിവസം സിനായ് മലയിൽ എത്തുകയും അവിടെ ദൈവവുമായി അഥവാ യഹോവയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഓർമ്മയാണ് പെന്തക്കോസ്ത. ആഴ്ചയുടെ തിരുനാൾ എന്നാണ് മറ്റൊരു വാക്കിൽ പറയുക. യേശുവിൻ്റെ തിരുവുത്ഥാനത്തിന് ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞു വരുന്ന തിരുനാൾ 7 പൂർണ്ണതയുടെ അടയാളമാണ്. ആത്മാവ് പരിപൂർണതയുടെ പ്രതീകമാണ്. വീണ്ടും ഇസ്രായേൽ ജനം ഒരു ജനമായി തീർന്നതിൻ്റെ ഓർമ്മ ദിനവും ഇന്നാണ്. അടിമത്തത്തിൻ്റെ ഈജിപ്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ കാനാൻ ദേശത്തിൽ എത്തിച്ചേർന്ന ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രതീകം. പുതിയ ഇസ്രായേൽ ജനമായ നാം നിത്യപിതാവിൻ്റെ നിത്യസ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. അതെ, സ്വർഗമാകുന്ന കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതിന് നമുക്ക് പ്രചോദനവും ശക്തിയും പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാന ദിനം. ആദ്യ ഫലങ്ങൾ സമർപ്പിക്കുന്ന ദിനമായി ഇസ്രായേൽ ജനം വിളവെടുപ്പ് തിരുനാൾ ആഘോഷിച്ചതും ഈ ദിനമാണ്. ദൈവം
തങ്ങൾക്ക് ദാനമായി നൽകിയതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രഥമ ഫലം നൽകിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതേ, പുതിയ ഇസ്രായേൽ നമ്മെയും ഓർമ്മപ്പെടുത്തുന്നു. നാം ഏറ്റവും നന്മയും ഏറ്റവും വിലപ്പെട്ടതും ദൈവത്തിന് നൽകണം. ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? ഏറ്റവും നന്മയായത് എന്താണ്? അത് നാം തന്നെയാണ്. നമ്മെ നൽകാതെ നമുക്കുള്ള എന്ത് തന്നെ ദൈവത്തിന് നൽകിയാലും അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ദിനമാണിത്. ദൈവത്തിന് നാം നൽകേണ്ട ആദ്യ ഫലം നാം നമ്മുടെ വ്യക്തിത്വമാകണം, നമ്മുടെ പ്രഥമ പരിഗണനയാകണം. ദൈവത്തെക്കാൾ വലുതായി മഹത്വമുള്ളതായി മറ്റൊന്നിനെയും നാം കരുതിക്കൂടാ. ഭൂമിയിൽ ഒരു കാലത്ത് മനുഷ്യർ ഒരു ജനമായി ജീവിച്ചു. എന്നാൽ പാപം അവരെ ഭിന്നിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുര ഭിന്നതയുടെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത ദിനം അഥവാ ഇന്നേ ദിനം സകല ജാതി മനുഷ്യരെയും, വിവിധ ഭാഷ സംസാരിക്കുന്നവരെയും വിവിധ ദേശങ്ങൾ ജീവിച്ചിരുന്നവരെയും ഒന്നിപ്പിച്ച ദിനമാണ്. ഐക്യത്തിൻ്റെ ആത്മാവ് നൽകി ദൈവം സകല മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുരക്തം വഴിയായി പാപത്തിൻ്റെ ഭിന്നതയിൽ അകപ്പെട്ടു പോയ നമ്മെ ഒന്നിപ്പിച്ച കൃപയുടെ മഹത്വമാണ്. ആത്മാവിനാൽ നാം ഒന്നായി തീരുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. അപ്പോസ്തലന്മാർ സംസാരിച്ചത് സാധാരണ ഭാഷയായിരുന്നെങ്കിലും അവിടെ വന്നവർക്ക് എല്ലാവർക്കും, സ്വദേശികൾക്കും വിദേശികൾക്കും അവർ പറഞ്ഞത് മനസ്സിലായി എന്നാണ് വചനത്തിൽ നാം വായിക്കുക. അതെ, ഭിന്നിപ്പിക്കപ്പെട്ടതെല്ലാം ഒന്നാക്കി തീർത്തതിൻ്റെ പ്രതീകമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ പെന്തക്കോസ്ത ദിനം. ഇന്ന് തിരുസഭയുടെ പിറന്നാളാണല്ലോ. 2024 വർഷങ്ങൾ ഈ സഭ ലോകത്തിൽ നിലനിന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സഭയിലുള്ളത് കൊണ്ടാണ് സഭ തകർന്നു പോകാത്തത്. പ്രതിസന്ധികൾ ഏറെ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാകുമ്പോഴും ആത്മാവ് വീണ്ടും നമ്മെ ഒന്നിപ്പിക്കുന്നു. തകർന്നു പോയതെല്ലാം വീണ്ടും സമുദ്ധരിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാൻ അവിടുന്ന് കൃപ ചൊരിയുന്നു. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമാകട്ടെ. ജീവിതത്തിൽ എന്തു തന്നെ വീണുപോയാലും നഷ്ടപ്പെട്ടു പോയാലും ആത്മാവിൻ്റെ ചൈതന്യത്താൽ അവയെല്ലാം വീണ്ടെടുക്കുവാനും പുതിയ ചൈതന്യത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനും സാധ്യമാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി വിശുദ്ധ ബൈബിളിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് പ്രാവാണ്. പ്രാവ് പരിശുദ്ധിയുടെ പ്രതീകമാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നു. മറ്റൊരു പ്രതീകമായി നാം കാണുക അഗ്നിയാണ്. അപ്പോസ്തലന്മാർ ഏക മനസ്സോടുകൂടി പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് തീനാളമായി അവിടെ മേൽ ഇറങ്ങി വരികയും ചെയ്തു. ഇളം കാറ്റായി വന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഏലിയ പ്രവാചകൻ അനുഭവിച്ചു. വിശുദ്ധ ബൈബിളിൽ അനേക പ്രതിരൂപങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ വലിയ ആത്മീയാനുഭവമാണ്. പഴയ നിയമ പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ദൈവം മേഘത്തണലിൽ അവിടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ജലം ആത്മാവിൻ്റെ പ്രതീകമായി കാണുന്നു. അത് വിശുദ്ധിയുടെ പ്രതീകമാണ്, നവീകരണത്തിൻ്റെ പ്രതീകമാണ്. വീണ്ടും മുദ്രണം ചെയ്യപ്പെടുന്ന ദ സീൽ ഓഫ് സ്പിരിറ്റ് 2 കൊറിന്തോസ് 1-ാം അധ്യായത്തിലും 2 കൊറിന്തോസ് 5-ാം അധ്യായത്തിലും നമ്മെ മുദ്രണം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുമ്പോൾ നാം എല്ലാവരും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടും. ആത്മാവിനാൽ നയിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാകുവാൻ ഈ വിശുദ്ധ ദിനം നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുകയും സാക്ഷികളായി തീരുകയും ചെയ്യുക. ഈ വിശുദ്ധ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെയും ലോകം മുഴുവനെയും നിറയ്ക്കണമേ എന്നും ആത്മാവിനെ അയച്ച് ഭൂമുഖം നവീകരിക്കണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.